ദുനിയാവിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന നന്മകൾ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും അല്ലാഹു തആല നാളെ പരലോകത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലം കൊടുക്കുന്ന, പ്രത്യേകമായ സ്ഥാനങ്ങൾ കൊടുക്കുന്ന, നന്മ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ആളുകളായിട്ട് അല്ലാഹു തആല അവരെ മാറ്റും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ വിശിഷ്ടമായ അൽ അദ്ബുൽ മുഫ്രദ് എന്ന കിതാബിലെ സ്വഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് ബാബു മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫൽയുകാഫിഉ. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നന്മ മറ്റാരെങ്കിലും ചെയ്താൽ അവന് പകരം ചെയ്യുക എന്ന ബാബിലെ ഹദീസുകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാബിൽ അടുത്ത ഹദീസ് عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من استعاذ بالله فاعيذوه ومن سأل بالله فاعطوه ومن أتى إليكم معروفا فكافئوه فإن لم تجدوا فادعوا له حتى يعلم أن قد كافأتموه. മനിസ്തആദ ബില്ലാഹി ഫഅഈദൂഹു. ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ട് രക്ഷ തേടിയാൽ അവർക്ക് രക്ഷ നൽകുക. വമൻ സഅല ബില്ലാഹി ഫഅഅതൂഹു. ആരെങ്കിലും അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് നൽകുക, അവനത് നൽകുക. വമൻ അതാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു. ആരെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ചെയ്താൽ അവർക്ക് പകരം ചെയ്യുക. ഫഇൻ ലം തജിദൂ. ഇനി നിങ്ങളിൽ ഒന്നുമില്ല, പകരം കൊടുക്കാനോ പകരം ചെയ്യാനോ ഒന്നുമില്ല എങ്കിൽ ഫദ്ഉ ലഹു. അവന് വേണ്ടി ദുആ ചെയ്യുക. ഹത്താ യഅലമ അൻ ഖദ് കാഫഅതുമൂഹു. നിങ്ങൾ അവർക്ക് പകരം ചെയ്തു എന്നവർ അറിയുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യം പറഞ്ഞ കാര്യം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് രക്ഷ തേടിയാൽ അവർക്ക് രക്ഷ നൽകുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ഇത് ഒരു രീതിയാണ്. അഥവാ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, അസ്അലുക ബില്ലാ, അല്ലെങ്കിൽ ഉഈദുക ബില്ലാ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും ഷെറിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ തന്നെ ഷെറിൽ നിന്നോ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് രക്ഷ തേടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തു കൊടുക്കണം, അതുപോലെ ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ ഉപദ്രവം, ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടി നമ്മോട് ഒരാൾ പറയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, അയാളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിക്കണം. അപ്പൊ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ രക്ഷിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ ഷെറിൽ നിന്ന് അയാളോട് വേറൊരാളോട് ചോദിക്കുകയാണ്, നിന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ അയാൾ നമുക്ക് ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്തുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ഇബ്നത്തുൽ ജൗൻ, ഒരു ഗോത്രത്തിൽപ്പെട്ടത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന് ശേഷം ആ സ്ത്രീയുടെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സ്ത്രീക്ക് എന്തോ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ലഖദ് ഉദ്തി ബിഅദീമിൻ ഇൽഹഖി ബിഅഹ്ലിക്, നീ രക്ഷ തേടിയിട്ടുള്ളത് മഹത്തായ ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ്, അഥവാ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാ നൽകിക്കൊണ്ട് അവരെ തിരിച്ചു പറഞ്ഞയക്കാനുണ്ടായത്. അപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിന് നൽകുന്ന തഅ്ളീം എന്നോണം, അള്ളാഹുവിന്റെ നാമത്തിന് കൊടുക്കുന്ന തഅ്ളീം എന്നോണം ആ അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ ലക്ഷ്യം തേടിയാൽ പിന്നെ അപ്പൊ നമ്മളിൽ നിന്നൊരു ഉപദ്രവമാണെങ്കിൽ അയാൾ അള്ളാഹുവിനെ മുൻനിർത്തി പറഞ്ഞാൽ പിന്നെ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല. വേറെ ആളിൽ നിന്നാണ് നമുക്ക് കഴിയുമെങ്കിൽ ലക്ഷ്യം കൊടുക്കുകയും വേണം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ, ഒരാൾ പറയാണ് അള്ളാഹുവിനെ മുൻനിർത്തിയാൽ നിന്നോട് ഇന്നത് തരാൻ ആവശ്യപ്പെടുകയാണ്, ഇന്നത് നീ നൽകണം എന്ന് പറഞ്ഞാൽ അത് നൽകണം എന്നാണ്. ഒരാൾ നമ്മളോട് പറയാണ് ഞാൻ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന സാധനം നീ എനിക്ക് നൽകണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാളോട് ഇന്ന നൽകണം എന്ന് പറയാൻ പാടില്ല. ചില ഹദീസുകൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം മാത്രമേ അള്ളാഹുവിനോട് തേടുമ്പോൾ ലാ യുസ്അലു ബിവജ്ഹില്ലാഹി ഇല്ലൽ ജന്ന, സ്വർഗം മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. നീ അല്ലാതെ തന്നെ ചോദിക്കുകയാണെങ്കിൽ അത് നൽകാൻ പറ്റും, നൽകാൻ സാധിക്കുന്ന ഒരാളാണ് എന്നുള്ള ഉറപ്പുള്ള ഒരാളോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമുക്കൊരു 100 രൂപ ഒരാളുടെ നിന്ന് ചോദിക്കണം എന്ന് വിചാരിക്കാം. ഇത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ 100 രൂപ കയ്യിലില്ലാത്ത ഒരാള്, അയാൾക്ക് തരാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അയാളോട് പോയിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ് നീ എനിക്ക് 100 രൂപ നൽകണം, ഉദാഹരണം മാത്രം പറയാണ്, എന്ത് കാര്യമാണെങ്കിലും നൽകണം എന്ന് പറയുന്നത് സത്യത്തിൽ ഹറാമാണ്. കാരണം എന്താണ്, അയാൾക്കത് തരാൻ പറ്റില്ല എന്ന് അവനറിയാം. അപ്പൊ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ ഒരു ഹറാമിലേക്ക് വഴിവെച്ചു എന്നുള്ള കാരണത്താൽ ആ ചോദ്യം തന്നെ എന്താണ്, ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് നൽകാൻ സാധിക്കും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, അതിലേക്ക് അത്രത്തോളം ഒരു ഹാജത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരോടാണോ ചോദിക്കപ്പെട്ടത് അവന് നൽകാൻ കഴിവുള്ളവനാണെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും നൽകാൻ അവന് സാധിക്കുമെങ്കിൽ അവനത് ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്നും വേറെ ഒരുപാട് ഹദീസുകളിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാം. കിതാബു തൗഹീദിലെല്ലാം ഈ വിഷയം ഒരു ബാബായിട്ട് തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ഭാഗം. വമൻ അതാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമോ സഹായമോ നന്മയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഫകാഫിഊഹു, അവന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അവന് പകരമായിട്ട് നമുക്കൊരാൾ ഒരു നന്മ ചെയ്തു വിചാരിക്കുക, ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല സഹായങ്ങളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതിന് പകരം എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്തു കൊടുക്കുക. ഫഇല്ലം തജിദു, ഇനി ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല, പകരം ചെയ്യാൻ നമുക്കൊന്നുമില്ല, നമ്മൾ ഒരാൾ സഹായിച്ചിട്ടുണ്ട്, അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഫദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി, അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, അങ്ങനെ അവന് ഖൈറിന് വേണ്ടി എല്ലാ രീതിയിലും അവന് ദുആ ചെയ്യുക. കഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നന്മ ചെയ്ത ആളുകളോട് ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറയുക എന്നുള്ളത് അതൊരു ദുആ ആണ്. അതുപോലെ അതല്ലാതെയും ദുആ ചെയ്യുക. ഹത്താ യഅലമ അൻ ഖദ് കാഫതുമൂഹു, നിങ്ങൾ അവന് പകരം ചെയ്തു എന്നവൻ അറിയുന്നത് വരെ, അല്ലെങ്കിൽ അറിയുന്ന നിലക്ക് നിങ്ങൾ നന്മ ചെയ്യുക എന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ് നന്മ ചെയ്തവർക്ക് പകരം നന്മ ചെയ്യുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാൻ ചെയ്തവർക്ക്, ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നന്മ ചെയ്തവർക്ക് പരലോകത്തെ ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ് പ്രതിഫലമായിട്ടുള്ളത്? അതായത് അള്ളാഹു നന്മയല്ലാതെ എന്താണ് ചെയ്യുക? അതുപോലെ തന്നെ അള്ളാഹു സൂറത്തുൽ ഖസസിൽ പറഞ്ഞു, വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്,
അള്ളാഹു നിന്നോട് നന്മ ചെയ്തതുപോലെ, അള്ളാഹു നിനക്ക് അനുഗ്രഹമായി കാര്യങ്ങൾ ചെയ്തതുപോലെ, നന്മ ചെയ്തതുപോലെ ബാക്കിയുള്ളവർക്ക് നീ ചെയ്യുക. അപ്പൊ നമുക്കൊരു ഉപകാരം ചെയ്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഏതെല്ലാം രീതിയിലാണോ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുക ആ രീതിയിൽ തിരിച്ച് നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിന് സാധിക്കുന്നില്ല, അപ്പൊ നമുക്ക് ഒരാൾ ഒരു പണം തന്നു, നമുക്ക് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, അല്ലെങ്കിൽ അയാളെ സഹായിക്കാൻ പറ്റിക്കോളുന്നില്ല. നമുക്കുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ വ്യക്തിക്ക് കാണുന്ന രീതിയിൽ തന്നെ, അഥവാ എന്തെങ്കിലും കാര്യം ചെയ്താൽ അയാൾക്ക് ഖൈറിനും ബറക്കത്തിനും വേണ്ടി അയാൾ അറിയുന്ന രീതിയിൽ തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അയാളോട് പറയുക ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറയുക, ബാറക്കല്ലാഹു ഫീക എന്ന് പറയുക, അതുപോലെ ജസാദക്കല്ലാഹു ഇൽമൻ ഹിൽമൻ മാലൻ, അങ്ങനെ എന്താണോ ദുആ ചെയ്യാൻ സാധിക്കുക ആ ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ബാബു മൻ ലം യജിദ് അൽ മുകാഫഅ ഫൽയദ്ഉ ലഹു. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം തന്നെയാണ്, തിരിച്ചു കൊടുക്കാനൊന്നും ഇല്ലാത്തവൻ അവന് വേണ്ടി ദുആ ചെയ്യട്ടെ എന്ന്. عن أنس أن المهاجرين قالوا അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മുഹാജിറുകൾ അഥവാ മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന ആളുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ذهب الأنصار بالأجر كله, അൻസാരികൾ എല്ലാവിധ പ്രതിഫലം കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അവർക്ക് ധാരാളം പ്രതിഫലം നേടാൻ സാധിച്ചു, അവർ പ്രതിഫലം കൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെയല്ല, മാ ദഅൗതുമുല്ലാഹ ലഹും വഅത്നൈതും അലൈഹിം ബിഹി, നിങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ അവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താണ് ഈ സംഭവം? അതായത് മുഹാജിറുകൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവരവരുടെ വീടും സമ്പത്തും കച്ചവടവും പലരും കുടുംബവും അവരുടെ തറവാടും എല്ലാം വിട്ടിട്ടാണ്, ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് ഭൂരിഭാഗം സ്വഹാബികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. കുറച്ച് ആളുകൾ അവരുടെ സമ്പത്തും മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു മാത്രം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അൻസാരികൾ അവരുടെ സ്വത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും അതുപോലെ എല്ലാത്തിൽ നിന്നും അവർ നൽകി. ഈ ഹദീസിന്റെ തന്നെ ചില റിവായത്തിൽ കാണാൻ, ബിഅയ്യുഅതിയഹുമുല്ലാഹു അജ്റ ഹജ്റതിനാ മിൻ മക്കത ഇലൽ മദീന വഅജ്റ ഇബാദതിനാ കുല്ലിഹാ മിൻ കസ്റതി ഇഹ്സാനിഹിം ഇലൈനാ. മുഹാജിറുകൾ പറയാണ്, അല്ലാഹു തആല ഈ അൻസാരികൾക്ക് അവർ ഞങ്ങളോട് ചെയ്ത നന്മ കാരണത്താൽ ഞങ്ങളുടെ ഹിജ്റയുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകും. അത്രത്തോളം നന്മ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇബാദത്തുകളുടെ പ്രതിഫലവും അവർക്ക് ഉണ്ടാവും. കാരണം അവരും ഞങ്ങളെ പോലെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ അവർക്കൊക്കെ കിട്ടി, അവർ കൂടുതൽ പ്രതിഫലം നേടി എന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാ ദഅഉതുമുല്ലാഹ ലഹും വഅത്നൈതും അലൈഹിം ബിഹി, അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി ഖൈറിന് വേണ്ടി തേടുന്ന കാലത്തോളം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നിടത്തോളം കാലത്തോളം അതിന്റെ നന്മകൾ നിങ്ങൾക്കും മടങ്ങി വരുന്നതാണ്. അതായത് അവർ ഇങ്ങോട്ട് നന്മ ചെയ്തു, അപ്പൊ തിരിച്ചു കൊടുക്കാനൊന്നുമില്ല, അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടിയെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ ചെയ്ത ഈ നന്മകൾക്ക് പകരമായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതേ പ്രതിഫലം തന്നെ നിങ്ങൾക്കും ലഭിക്കുന്ന ആ തുല്യതയിലെത്തി. അപ്പൊ അതുപോലെ ഒരേ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും എന്ന് മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ നമ്മുടെ കച്ചവടത്തിലോ അയൽപക്കത്തിലോ സുഹൃത്തുക്കളായിട്ടോ ഏത് തരത്തിലാവട്ടെ, നമുക്ക് നന്മ ചെയ്യുന്ന ആളുകൾ നമുക്ക് നന്മ ചെയ്യുന്ന വഴി അവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പ്രതിഫലം നമുക്കും ലഭിക്കാൻ ഒരു കാരണമാകും ആ ദുആ. അപ്പൊ നന്മ ചെയ്യുന്ന ഏതൊരാൾക്കും വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൻസാരികളെയും മുഹാജിറുകളെയും വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയോ അതിൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, സഹാബികൾ അവർ നന്മകൾ നേടിയെടുക്കാൻ കാണിച്ച താല്പര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും, മുഹാജിറുകളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. ഹിജറ പലപ്പോഴും അല്ലാഹു തആല ഖുർആനിൽ ജിഹാദിനേക്കാളും മറ്റുള്ള ഇബാദത്തുകളെക്കാളും മുമ്പ് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ്. കാരണം ജിഹാദിന് ഇറങ്ങുന്ന ഒരാൾക്ക് രണ്ടാമതൊരു പ്രതിഫലം ഉറപ്പുണ്ട് എന്നാണ്, ബൈനൽ ഹുസ്നൈൻ എന്നാണ്. ഒന്നെങ്കിൽ ഷഹീദായി മരിക്കാൻ പറ്റും,
അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത് കിട്ടും. രണ്ടാമതൊരു പ്രതിഫലം അവനുണ്ടാവും. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോകുന്നൊരവസ്ഥയാണ്. അത്രയും വലിയ കർമ്മം ചെയ്തിട്ട് പോലും അൻസാരികൾ ഞങ്ങൾക്ക് ചെയ്ത നന്മകളാൽ അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുമോ, കിട്ടിയിട്ടുണ്ടല്ലോ എന്ന നിലക്ക് ഞങ്ങൾക്കും പ്രതിഫലം വേണമെന്നുള്ള ആഗ്രഹമാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിക്കാനുള്ള കാരണം. അപ്പൊ കൂടുതൽ പ്രതിഫലം നേടാനുള്ള താല്പര്യം സഹാബികൾക്ക് അതിയായിട്ടുണ്ടായിരുന്നു. നമുക്കും അത് ഉണ്ടാകണം. അടുത്ത ബാബു മൻ ലം യശ്കുർ ലിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا يشكر الله من لا يشكر الناس. അള്ളാഹുവിന് ഒരുവൻ നന്ദി കാണിക്കുന്നില്ല, അവൻ ജനങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ. അള്ളാഹുവിനോട് ഒരുവൻ നന്ദി കാണിക്കുന്നില്ല, അവൻ ജനങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, ധാരാളം നിഅമത്തുകൾ. യഥാർത്ഥത്തിൽ ഈ നിഅമത്തുകൾ നഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് കേൾക്കുമ്പോഴുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എത്രത്തോളം വലിയ അനുഗ്രഹമാണ് നമുക്കുള്ളത്. ഇപ്പോ ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു രോഗത്തെ പറ്റി, ഒരു രോഗിയെ പറ്റി പറഞ്ഞു. അവർ പോയി സന്ദർശിച്ചത് എല്ല് പൊട്ടിപ്പോകുന്ന ഒരു രോഗമാണ്. അപ്പൊ അവർക്ക് ആ രോഗം ബാധിച്ച ആൾക്ക് ഒരു കസേരയിൽ ഇരിക്കാൻ ഒരു ധൈര്യത്തോടു കൂടി നേരെ ഇരിക്കാൻ പറ്റൂല. കാരണം ആ ഒരു ബലത്തിൽ നല്ലൊരു സ്പോഞ്ചും ഇതെല്ലാം വെച്ചിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ എല്ല് പൊട്ടിപ്പോകും. ചെറിയൊരു തട്ടലിന് പോലും എല്ല് പൊട്ടിപ്പോകുന്ന, നുരുമ്പിപ്പോകുന്ന ഒരു അസുഖം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ എത്രയോ അസുഖങ്ങൾ ദുനിയാവിൽ പല ആളുകൾക്കും ഉണ്ട്. നമുക്ക് ലഭിച്ച ആഫിയത്തും നമുക്ക് ലഭിച്ച മറ്റു പല അനുഗ്രഹങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തിന്റെ ആശയം നമ്മുടെ ഹൃദയത്തിൽ തട്ടു. ഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സൂഹ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല, അതൊരിക്കലും സാധിക്കില്ല. അപ്പൊ അത്രത്തോളം നിഅമത്തുകൾ അള്ളാഹുവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അതിന് അള്ളാഹുവിന് നന്ദി കാണിക്കണം. അപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനാണ്. എന്നാൽ അതേ ആളുകൾ തന്നെ, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ തന്നെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നന്ദി കാണിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, അവർ അള്ളാഹുവിന് നന്ദി കാണിക്കണം. എന്നാൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്. ജനങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട്, ഒരു സഹായം ചെയ്തിട്ട്, ഒരു നന്മ ചെയ്തിട്ട് അവരോട് തിരിച്ച് നന്ദി കാണിക്കാത്തവൻ, അവനോട് തിരിച്ച് ഒരു വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ അല്ലെങ്കിൽ പകരം ചെയ്തിട്ടോ നന്ദി കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മയോ അനുഗ്രഹമോ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആരുടെ കൂടുതലുള്ളത്? അള്ളാഹുവിന് ലഭിക്കുന്നതാണ്. അപ്പൊ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ നിസ്സാരമായ കാര്യത്തിന് പോലും ഒരാൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അള്ളാഹു തആല ഉദ്ദേശിച്ച ഫലമായിട്ട് കൂടിയാണ്, മുതാബത്താണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്നത് തന്നെയാണ്. ആ ചെറിയൊരു കാര്യത്തിന് അത് തന്ന ആളുകളോട് നന്ദി കാണിക്കാൻ പോലും ഒരാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അവരൊരിക്കലും അള്ളാഹുവിനോടും ഇത്രയും വലിയ അനുഗ്രഹം കാണിക്കുന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കില്ല. ചെറുതിനോട് കാണിക്കാത്തവൻ വലുതിനോടും കാണിക്കയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഏതൊരു രീതിയിലും നന്ദികേട് കാണിക്കുന്ന ഒരുത്തൻ, അതായത് ജനങ്ങളോട് നന്ദികേട് കാണിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അവൻ എന്ത് സാധിക്കില്ല? അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിനോടും അവൻ നന്ദികേട് മാത്രമാണ് കാണിക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മറ്റേതെങ്കിലും രീതിയിൽ ആളുകളിൽ നിന്ന് സഹായം ലഭിക്കുമ്പോൾ, നന്മകൾ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. ആ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ നന്ദി കാണിക്കുന്നവരായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ചെറിയ നിസ്സാരമായിട്ടൊരു കാര്യമാണെങ്കിലും അതിന് നന്ദി കാണിക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അടുത്ത ഹദീസ്, ഈ ഹദീസിന്റെ ഈ ഭാഗം നമ്മൾ നേരത്തെ വായിച്ച ഹദീസിനോട് തന്നെ ചേർന്നിട്ടുള്ളതാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില തബഈൽ വേറെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം.
അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നമ്മൾ വായിച്ച ഹദീസിന്റെ അതേ സ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. ഖാല അല്ലാഹു തആല ലിന്നഫ്സ്, അല്ലാഹു തആല നഫ്സിനോട് പൊതുവായിട്ട് നഫ്സിനോട് പറഞ്ഞു, ഉഖ്റുജി, നീ പുറത്തേക്ക് വരൂ, മനുഷ്യരിൽ നിന്ന് പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഖാലത്ത്, ആ നഫ്സ് പറയുന്നുണ്ട്, ലാ അഖ്റുജു ഇല്ലാ കാരിഹതൻ, ഞാൻ പുറത്തേക്ക് വരുന്നില്ല നിർബന്ധിതനായിക്കൊണ്ടല്ലാതെ എന്ന് ഒരു ഹദീസിന്റെ ഭാഗം കാണാം. ഇതിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യന്റെയും നഫ്സ് അവന്റെ ജസദിനോട് ചേർന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അല്ലാഹു തആല മരണത്തിൽ റൂഹിനെ പിടിക്കുന്ന സമയത്ത്, ഇവിടെ റൂഹും നഫ്സും ഒരേ ആശയത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ സമയത്ത് നഫ്സിനോട് പുറത്തേക്ക് വരാൻ പറയുമ്പോൾ ഒന്നെങ്കിൽ നഫ്സ് അള്ളാഹുവിന്റെ ആ കൽപ്പന തൗഅൻ, ഇഷ്ടത്തോടു കൂടി തൃപ്തിയോടുകൂടി അനുസരിക്കണം, അല്ലെങ്കിൽ കർഹൻ, നിർബന്ധിതനായിട്ട് അനുസരിക്കണം. ഇവിടെ നഫ്സ്, ഒരു റൂഹ് പുറത്തേക്ക് വരുന്നത് നിർബന്ധിതനായിക്കൊണ്ടാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അതായത് അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കുക എന്ന നിലക്ക് നിർബന്ധിതനായിക്കൊണ്ട് തന്നെ ആ നഫ്സ് പുറത്തേക്ക് വരുന്നു എന്നറിയിക്കാനാണ് ഈ ഹദീസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഏത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കണം. അതുപോലെ തന്നെ ജനങ്ങൾ ചെയ്ത നന്മകൾക്കും നന്ദി കാണിക്കണം. അടുത്ത ബാബു മഊനത്തി റജുലി അഖാഹു, ഒരു വ്യക്തി അവന്റെ സഹോദരൻ, അവന്റെ മുസ്ലിമായ ഒരു സഹോദരനെ സഹായിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن أبي ذر عن النبي صلى الله عليه وسلم قيل وفي رواية عنه أنه سأل رسول الله صلى الله عليه وسلم. ഒരിക്കൽ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി ഖൈറുൻ, കർമ്മങ്ങളിൽ ഏതാണ്, അമലുകളിൽ ഏതാണ് ഖൈറായിട്ടുള്ളത്, ഏറ്റവും നന്മയായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്തിൽ അയ്യുൽ അമലി അഫ്ളൽ, ഒരേ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഈമാനുൻ ബില്ലാഹ് വ ജിഹാദുൻ ഫീ സബീലിഹി, അല്ലാഹുവിലുള്ള വിശ്വാസവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണ് എന്ന് പറഞ്ഞു. അള്ളാഹുൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉന്നതമായിട്ടുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അള്ളാഹുവിൽ യഥാർത്ഥ തൗഹീദോട് കൂടിയിട്ടുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളതുമാണ്. വീണ്ടും ചോദിച്ചു, ഏത് അടിമമോചനമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? ഏത് അടിമമോചനമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? എങ്ങനെയുള്ള അടിമയെ മോചിപ്പിക്കുന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഗ്ലാഹാ സമനൻ വഅൻഫസുഹാ ഇൻദ അഹ്ലിഹാ, ഏറ്റവും വില കൂടിയതും അതുപോലെ ആ അടിമ ആരുടെ കയ്യിലാണോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഉപകാരമുള്ളതുമായിട്ടുള്ള അടിമ, അയാളെ മോചിപ്പിക്കലാണെന്ന് പറഞ്ഞു. അതായത് അടിമകൾ പലതരത്തിലുണ്ടാവും. ചിലപ്പോൾ യജമാനന് ഒരു ഗുണവും ഇല്ലാത്ത, ഒരു ഉപകാരവും ഇല്ലാത്ത അടിമകൾ ഉണ്ടാവും. എന്നാൽ യജമാനന് വേണ്ടി എല്ലാ പണിയും ഏറ്റവും നന്നായി ചെയ്യുന്ന, ഏറ്റവും നല്ല ആവേശത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരുപാട് ഉപകാരമുള്ള അടിമ ഉണ്ടാവും. അതുപോലെ തന്നെ അടിമകളിൽ വില കുറഞ്ഞ അടിമകൾ ഉണ്ടാകും, വില കൂടിയ മുന്തിയ അടിമകൾ ഉണ്ടാകും. അപ്പോ ഏതൊരു കാര്യം നമ്മൾ ചെലവഴിക്കുമ്പോഴാവട്ടെ, ഏതൊരു നന്മയായി ചെയ്യുമ്പോഴാവട്ടെ, ഇവിടെ അടിമയെ മോചിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും വില കൂടിയത് ഏതാണോ അതിനെ മോചിപ്പിക്കുക. അതുപോലെ തന്നെ ആ യജമാനൻ ഏറ്റവും ഉപകാരമുള്ളവനായിട്ടുള്ള അടിമ, അതിനെ മോചിപ്പിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫറഅയ്ത ഇല്ലം അസ്തതി' ബഅ്ദൽ അമൽ, ഇനി റസൂലേ, എനിക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിൽ ചിലതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സാധിക്കില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയോ മറ്റോ ഒന്നുമില്ല, അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ചിലത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതുഈനു സാനിഅൻ ഔ തസ്നഉ ലിഅഖ്റഖ്, നീ ഒരു ജോലി ചെയ്യുന്നവനെ സഹായിക്കുക. അതായത് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം, ആ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ എന്തെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നീ അവനെ സഹായിക്കുക. ഒരു കൈത്താങ്ങോ അല്ലെങ്കിൽ വേറെ ഹദീസിൽ വന്നതുപോലെ ഒരു ഭാരം വാഹനപ്പുറത്ത് ഏറ്റി വെച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാരത്ത് ഏറ്റി സഹായിക്കാനോ, അല്ലെങ്കിൽ വാഹനം മുന്തി സഹായിക്കാനോ, ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമോ സഹായിക്കുക. ഔ തസ്നഅ ലിഅഖ്റഖ്, അഖ്റഖ് എന്ന് പറഞ്ഞാൽ ഒരു പണിയും അറിയാത്ത, ഒരു പണിയും ചെയ്യാൻ കഴിവില്ലാത്ത, പ്രത്യേകിച്ച് ജോലി ചെയ്ത് വരുമാനം നേടാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി നീ എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കണം.
ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ല. അപ്പൊ ഒരാൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ആ പണി അറിയില്ല, അത് ചെയ്യാൻ അറിയില്ല. അപ്പൊ നമുക്കത് അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അങ്ങനെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ചു, റസൂലേ, എനിക്ക് അതും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവില്ല, ഒരാളെ സഹായിക്കാനും പറ്റില്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദഉ الناس من الشر فإنها صدقة تصدق بها على نفسك. ജനങ്ങൾക്ക് നിന്നെ കൊണ്ടുള്ള ഷെറില്ലാതെ ഒഴിവാക്കുക. നിന്നെ കൊണ്ട് ജനങ്ങൾക്കൊരു ഷെറില്ലാതെ നീ ഒഴിവാക്കിയെടുക്കുക. അങ്ങനെ നീ ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ്. നീ നിനക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു സ്വതക്കയാണത് എന്ന് പറഞ്ഞു. അതായത് ഒന്നെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ പറ്റുന്ന, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നമുക്ക് സ്വന്തത്തിൽ മറ്റുള്ളവരെ അടിമയെ മോചിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനവും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടാവണം. ഇനി അതില്ല എങ്കിൽ വേറൊരു മുസ്ലിമായ സഹോദരന് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്യാൻ, ഉപകാരം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അഫ്ളലായിട്ടുള്ള കാര്യമാണ്. ഒരു മുസ്ലിമിനെ സഹായിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇനി അതിനൊന്നും പറ്റൂല, നമുക്കൊരു ഉപകാരം ചെയ്യാനോ ഒരു സഹായം ചെയ്യാനോ വേറൊരാൾക്കൊരു നന്മ ചെയ്യാനോ ഒന്നിനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ജനങ്ങൾക്ക് നിന്നെ കൊണ്ടുള്ള ഷെർ ഉണ്ടാവാതിരിക്കുക. നമ്മൾ സാധാരണ പറയല്ലോ, ഉപകാരമില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നിന്നെ കൊണ്ടുള്ള ഷെറുകൾ ജനങ്ങൾക്ക് ബാധിക്കാതെ നീ പിടിച്ചു നിർത്തുക, അത് തടയുക എന്നുള്ളത്, അത് ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനെ നീ ചെയ്താൽ അതൊരു സ്വതക്കയാണ്. നീ നിനക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു സ്വതക്കയിൽപ്പെട്ട കാര്യമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ഉപദ്രവം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ചില ആളുകൾ കാണാം, ചില ആളുകൾ അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അവസ്ഥ കാണാം. അപ്പോൾ ഏറ്റവും അഫ്ളല് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാക്കാൻ നോക്കണം. എന്തെങ്കിലും തരത്തിൽ ഉപകാരമുള്ള ഒരാളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണം. പറ്റുന്നില്ല എങ്കിൽ ഒരു ഉപദ്രവം മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉണ്ടാവാതെ തടയാനെങ്കിലും പരിശ്രമിക്കണം. അടുത്ത ബാബ്, ബാബു അഹ്ലിൽ മഅറൂഫി ഫിദ് ദുനിയ അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിൽ നന്മയുടെ ആളുകളായിട്ട് ആരുണ്ടോ അവർക്കായിരിക്കും പരലോകത്തും നന്മയുടെ ആളുകളായിട്ട് അവരാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് മഅറൂഫ് എന്നുള്ള വാക്കിന് ഉലമാക്കൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മഅറൂഫാണ്. അല്ലെങ്കിൽ ഒരു നാട്ടിൽ ആ ആളുകൾക്കിടയിൽ നന്മയായിട്ട് അറിയപ്പെടുന്ന, ഒരു നല്ല കാര്യമായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങളെയാണ് മഅറൂഫ് എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ പൊതുവായിട്ടും ദീനിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളുമാണ് മഅറൂഫ് എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബിൽ ഒരു ഹദീസ് പറയാണ്, അൻ ഖബീസത്ത് ഇബ്നു ബുർമത്ത് അൽ-അസ്ദി ഖാല കുൻതു ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസമിഅതുഹു യഖൂൽ. അവർ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, അഹ്ലുൽ മഅറൂഫി ഫിദ് ദുനിയ ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിൽ നന്മയുടെ ആളുകൾ പരലോകത്തും നന്മയുടെ ആളുകളായിരിക്കും. വഅഹ്ലുൽ മുൻകരി ഫിദ് ദുനിയ ഹും അഹ്ലുൽ മുൻകരി ഫിൽ ആഖിറ. ദുനിയാവിൽ മുൻകർ എന്ന് പറഞ്ഞാൽ മഅറൂഫിന്റെ നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുലേക്ക് അടുപ്പിക്കാത്ത, ആളുകൾക്കിടയിൽ മോശമായി കാണുന്ന അങ്ങനത്തെ കാര്യങ്ങളുടെ ആളുകൾ ദുനിയാവിൽ ആരാണോ അവർ തന്നെയായിരിക്കും പരലോകത്തും അങ്ങനത്തെ കാര്യങ്ങളുടെ ആളായിട്ടുണ്ടാവുക. അഥവാ ശിക്ഷകളായിട്ടും അതുപോലെയുള്ള ആളുകളായിട്ട് മാറുന്നത് അക്കൂട്ടരായിരിക്കും. അപ്പോ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുനിയാവിൽ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യുന്ന, നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന, നന്മകൾ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും അല്ലാഹു തആല നാളെ പരലോകത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലം കൊടുക്കുന്ന, പ്രത്യേകമായ സ്ഥാനം കൊടുക്കുന്ന, നന്മ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ആളുകളായിട്ട് അല്ലാഹു തആല അവരെ മാറ്റും. ഇനി ദുനിയാവിൽ മ്ലേച്ഛതകൾ ചെയ്യുന്ന, പാപങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിലോ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥകൾ നൽകുന്ന അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, യുബ്അതു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഓരോ അടിമയെയും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക ഏതൊന്നിലാണോ അവൻ മരണപ്പെട്ടത്, ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക.
അപ്പൊ നന്മയുടെ ആളുകളായിട്ടാണോ? ഇപ്പം നമ്മുടെ നാടുകളിൽ ഇപ്പൊ ചില ആളുകൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആളുകളിൽ ജനങ്ങൾക്ക് ഉപകാരമായി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ കാണാം. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ദാരിദ്ര്യമാവട്ടെ, രോഗത്തിനുള്ള ചികിത്സയാവട്ടെ, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെക്കാനോ, അങ്ങനെ പല രീതിയിൽ സഹായിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടാവും. ഒരിക്കലും നിസ്സാരാന്ന് വിചാരിക്കരുത്. ഒരു മുസ്ലിമായ സഹോദരനെ അവന്റെ ഒരു ഞെരുക്കം നീക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുക്കുകയാണ്, നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഇദ്നില്ല നാളെ പരലോകത്ത് അല്ലാഹു തആല അവർക്ക് മഹത്തായ പ്രതിഫലം നൽകും. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ? ചിലപ്പോ ചില ആളുകളിൽ പണം ഉണ്ടാവില്ല, പക്ഷെ ആളുകളിൽ നിന്ന് പണം ഒരുമിച്ച് കൂട്ടി അത് ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പണമുള്ളവർ അവർ നൽകാൻ സാധിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പരലോകത്തും മഅറൂഫിന്റെ ഈ നന്മയുടെ ആളുകളായിട്ട് അല്ലാഹു തആല അവരെ ആക്കും. ഇനി പാപങ്ങളുടെയും തെമ്മാടിത്തരങ്ങളുടെയും ആളുകളായിട്ടാണ് ദുനിയാവിൽ ജീവിച്ചത് എങ്കിൽ നാളെ പരലോകത്തും അതുപോലെ തന്നെയായിരിക്കും അവരുടെയും അവസ്ഥ. പരലോകത്തും ആ മ്ലേച്ഛതയിലും ആ പാപത്തിന്റെ ആളുകളായിട്ടാണ് പരലോകത്തും അല്ലാഹു തആല വെക്കുക. ഈ ബാബിലെ അടുത്ത ഹദീസ് عن معتمر قال ذكرت لأبي حديث أبي عثمان عن سلمان أنه قال إن أهل المعروف في الدنيا هم أهل المعروف في الآخرة. നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ ആശയം. ബാബു ഇന്ന കുല്ല മഅറൂഫിൻ സദഖ. അടുത്ത ബാബ് പറയുന്നത് കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും, മഅറൂഫ് നമ്മൾ പറഞ്ഞല്ലോ, ആ എല്ലാ നന്മയും സദഖയാണ് എന്നുള്ളത്. عن جابر بن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قال كل معروف صدقة. ഏതൊരു നന്മയും സദഖയാണ്. ഈ ഹദീസിനെ രണ്ട് രീതിയിലാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിൽ. ഒന്ന്, എല്ലാ നന്മയും, ഏത് നന്മ നമ്മൾ ചെയ്യുമ്പോഴും അത് സ്വതക്കയുടെ ഇനത്തിലാണ് കൂട്ടുക. അത് സ്വതക്കയായിട്ട് പരിഗണിക്കപ്പെടും. എന്നിട്ട് ആ സ്വതക്കയുടെ പ്രതിഫലം പോലെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഒരർത്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത് സ്വതക്ക എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്നുള്ള അർത്ഥത്തിലാണ്, സവാബ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഏതൊരു നന്മയ്ക്കും പ്രതിഫലം ലഭിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇവിടെ ബാക്കിയുള്ള വേറെയും ചില ഹദീസുകൾ ഈ ആശയത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വതക്ക എന്നുള്ള ഇനത്തിലാണ്, അഥവാ ദാനധർമ്മം ചെയ്യുന്നു എന്നുള്ള ഇനത്തിലാണ് ഏതൊരു നന്മയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊരു നന്മ ചെയ്യുമ്പോഴും അതൊരു സ്വതക്കയാണ്. ചില ആളുകൾക്ക് വളരെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്തുണ്ടാവില്ല, അവർക്ക് സമ്പത്തുണ്ടാവില്ല. ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാൻ മാത്രം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാത്രം പണമോ സമ്പത്തോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾ ഞങ്ങൾക്ക് സ്വതക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം പല ആളുകൾക്കും ഉണ്ടായി കാണാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഔദാര്യമാണ് ഏതൊരു നന്മ ചെയ്യുമ്പോഴും അതിനെ സ്വതക്കയായി പരിഗണിക്കും എന്നുള്ളത്. വേറെ ഹദീസുകൾ ഈ ബാബിൽ വരുന്നുണ്ട്, ഓരോ നന്മയുള്ള വാക്കും തസ്ബീഹും എല്ലാം സ്വതക്കയാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്വതക്കയാണ് എന്ന്. അടുത്ത ഹദീസ് അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമും സ്വതക്ക നൽകണം എന്ന് പറഞ്ഞു. എല്ലാ മുസ്ലിമും, ഓരോ മുസ്ലിമും സ്വതക്ക നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖാലു ഫഇല്ലം യജിദ്, റസൂലേ, ഇനി ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ ഒന്നുമില്ല, ദരിദ്രരാണ്, അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫയഅ്തമിലു ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അവന്റെ കൈ കൊണ്ട് അമല് ചെയ്യട്ടെ, ജോലി ചെയ്യട്ടെ, അവൻ എന്തെങ്കിലും ജോലി സ്വയം ചെയ്യട്ടെ, എന്നിട്ട് അവന് ഉപകരിക്കുന്നത് അവൻ സമ്പാദിക്കട്ടെ, അതുപോലെ മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കാനും അവൻ സമ്പാദിക്കുന്നതിൽ നിന്ന് സ്വതക്ക കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളിൽ ഒന്നുമില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവന് സ്വന്തത്തിന് ആവശ്യമുള്ളതും അതുപോലെ തന്നെ സ്വതക്ക നൽകാനും ഉള്ളതും അവൻ സമ്പാദിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു, ഫഇൻ ലം യസ്തതി' ഔ ലം യഫ്അൽ,
ഇനി റസൂലെ ഒരാൾക്ക് അതിനും കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല, അവൻ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ഇങ്ങനെ സ്വതക്ക് കൊടുക്കുന്നില്ല, അപ്പൊ എന്താ ചെയ്യാ ചോദിച്ചു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, അങ്ങനെയാണെങ്കിൽ ഒരാവശ്യക്കാരനായിട്ടുള്ള, മൽഹൂഫ് എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് എന്നൊക്കെ പറയില്ല, എന്തെങ്കിലും ഞെരുക്കം ബാധിച്ച് വിഷമിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ അവന്റെ ആരോഗ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തോ, ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ സഹാബികൾ വീണ്ടും ചോദിച്ചു ഫഇല്ലം യഫ്അൽ, റസൂലേ അവൻ അങ്ങനെയും ചെയ്യുന്നില്ല എങ്കിലോ? എല്ലാവരുടെ മേലെ സ്വർഗ്ഗം എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലോ? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയഅ്മുർ ബിൽ ഖൈർ ഔ യഅ്മുർ ബിൽ മഅറൂഫ്, അവൻ നന്മ കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ആളുകളോട് നന്മ കൽപ്പിക്കട്ടെ, ആളുകളിലേക്ക് നന്മ അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും നന്മ കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഖാലു, സഹാബികൾ വീണ്ടും ചോദിച്ചു ഫഇല്ലം യഫ്അൽ, റസൂൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയുംസിക് അനിശ്ശർ ഫഇന്നഹു ലഹു സദഖത്തുൻ, അവൻ അവനെ കൊണ്ടുള്ള ഷർറ് മറ്റുള്ളവർക്ക് ബാധിക്കാതെ അതിനെ പിടിച്ചു വെക്കട്ടെ, അത് അവനൊരു സദഖയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ സദഖ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യത്യസ്ത തട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സാധിക്കാതെ വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിൽ ഏതിലാണ് നമുക്ക് സാധിക്കുക എന്ന് നോക്കുക, നമ്മളത് ചെയ്യുക. ഏതാണ് നമുക്ക് സാധിക്കുക എന്ന് നോക്കുക, നമ്മളത് ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഒരാൾ സദഖ നൽകുക എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുള്ള, അല്ലാഹു തആല അനുഗ്രഹം നൽകിയിട്ടുള്ള, അല്ലാഹു തആല അവരുടെ റിസ്ക് വിശാലമാക്കിയിട്ടുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു നൽകിയ അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. ഇനി അതില്ലാത്ത ആളുകളാണെങ്കിലോ, ഒരാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞ എന്താ? എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് വരുമാനം നേടാൻ സാധിക്കുമെങ്കിൽ അവന്റെ സ്വന്തത്തിന് ആവശ്യമായത് വരുമാനം നേടിയതിനു ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് അവൻ സദഖ നൽകട്ടെ. ഇനി അതിനും ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ള മുസ്ലിമായ സഹോദരങ്ങൾ എന്തെങ്കിലും ഒരു ഞെരുക്കത്തിൽ അകപ്പെടുകയാണ്, ഏതെങ്കിലും തരത്തിൽ നമ്മൾ സഹായിച്ചാൽ മതിയാവും. ചിലപ്പോൾ ഒന്ന് നമ്മുടെ മുസ്ലിമായ സഹോദരനോടൊപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കൊടുത്താൽ മതി. അങ്ങനെ എന്താണ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ ചെയ്യട്ടെ. നീ അതിനും സാധിക്കുന്നില്ല എങ്കിൽ നന്മ കൽപ്പിക്കട്ടെ, അവൻ നന്മ കൽപ്പിക്കട്ടെ. അത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. ആളുകൾക്ക് ഒരു ഖൈർ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഖൈറിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. നമുക്കറിയുന്ന ഒരു ഖൈർ, ഏറ്റവും വലിയൊരു ഖൈറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ നന്മയായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള പാപങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോ നന്മ അറിയിക്കുക എന്ന് പറഞ്ഞു. ഇനി അതിനും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ പറയാണ്, അവനെ കൊണ്ടുള്ള ഷർറ് മറ്റുള്ള ജനങ്ങൾക്ക് ബാധിക്കാതെ അതിനെ തടഞ്ഞു വെക്കട്ടെ, അത് അവനൊരു സദഖയാണ്, അതവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ടൊരു ഷെറ് വേറൊരാൾക്ക്, വേറൊരു മുസ്ലിമായ സഹോദരന് നമ്മളെ കൊണ്ട് ഷെറ് ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ സദഖ നൽകിയതുപോലെ ആ കൂട്ടത്തിൽ എണ്ണുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏതിലാണ് നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. عن أبي ذر رضي الله عنه قال, അടുത്ത ഹദീസ് അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, قيل يا رسول الله, ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, ذهب أهل الدثور بالأجور. ദുസൂർ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകൾ, അവർ എല്ലാവിധ പ്രതിഫലവും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവർക്ക് എല്ലാ പ്രതിഫലവും കിട്ടിയെന്ന് പറഞ്ഞു. യുസല്ലൂന കമാ നുസല്ലി, എന്താ കൊണ്ട് ഉദ്ദേശിച്ചത്? ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെ അവരും നിസ്കരിക്കുന്നുണ്ട്. പാവപ്പെട്ടായിട്ടുള്ള ഫുഖറാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിഷമം പറയാണ്, ദരിദ്രരായിട്ടുള്ള ആളുകൾ അവരൊന്ന് പറയാണ്, പൈസ ഉള്ള പണമുള്ള ആളുകളൊക്കെ എന്തായി, എല്ലാ നന്മയും നേടി, അവര് നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട്. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, അവരവർക്ക് അധികമായി ലഭിച്ച സമ്പത്തൊക്കെ സദഖ നൽകുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാനില്ല, ഞങ്ങളിൽ സമ്പത്തില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വിഷമം എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, അല്ലാഹു നിങ്ങൾക്ക് സദഖ നൽകാൻ ഒരുപാട് കാര്യം ആക്കിയിട്ടുണ്ടല്ലോ.
ധാരാളം കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് സ്വതക്ക നൽകാനുള്ള കാരണങ്ങളായിട്ട് ആക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ വതഹ്മീദത്തിൻ സദഖ. നിങ്ങൾ പറയുന്ന ഓരോ തസ്ബീഹും, ഓരോ സുബ്ഹാനല്ലാഹും, ഓരോ അൽഹംദുലില്ലയും സദഖയാണ്. ഓരോ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും സദഖയാണ്. വബുദഉ അഹദികും സദഖ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടുക എന്നുള്ളത്, ജിമാ എന്നുള്ളത് സദഖയാണെന്ന് പറഞ്ഞു. ഖീല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഫി ശഹ്വതിഹി സദഖ. ഒരാൾ അവന്റെ ഇച്ഛ, അവന്റെ ശഹ്വത്ത് പൂർത്തീകരിക്കുന്നതിലും സദഖയാണോ റസൂലേ എന്ന് ചോദിച്ചു. ഒരാൾ അവന്റെ ഇച്ഛ, ദേഹേച്ഛ, അവന്റെ ആഗ്രഹമാണ്, അവന്റെ ആവശ്യമുള്ള കാര്യമാണ്, അത് തീർക്കുന്നതിലും സദഖയുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലൗ വുദിഅ ഫിൽ ഹറാം അലൈസ കാന അലൈഹി വിസ്റുൻ. അവനത് ഹറാമായ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ കുറ്റം അവന്റെ മേലെ ഉണ്ടാവില്ലേ? ഫകദാലിക ഇൻ വദഅഹാ ഫിൽ ഹലാൽ കാന ലഹു അജ്റുൻ. അതുകൊണ്ട് തന്നെ അവൻ ഹലാലായ രീതിയിലാണ് അതിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവനതിന് പ്രതിഫലവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഇസ്ലാമിന്റെ മഹത്തായിട്ടുള്ള ഒരു മേന്മയാണിത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തെല്ലാം സുയൂത്തി റഹ്മഹുല്ലാഹി എല്ലാം പറയുന്നത് കാണാം, നിയ്യത്തില്ലെങ്കിൽ കൂടി, ഒരാൾ പ്രത്യേകിച്ചൊരു നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ കൂടി അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അവന്റെ ഇണയുടെ അടുക്കൽ എത്തുക എന്നുള്ളത് അവന് സ്വതക്കയായി എഴുതപ്പെടുന്നു. പ്രത്യേക ഒരു നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ കൂടി ആ കാര്യം, കാരണം ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകം ഉദ്ദേശം പറഞ്ഞിട്ടില്ല, അവന്റെ ശഹ്വത്ത് പൂർത്തീകരിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പൊ ഇവിടെ ദരിദ്രരായിട്ടുള്ള പല ആളുകളും വിഷമിക്കുന്ന ഒരു കാര്യമാണ്, സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ സ്വതം കൊടുക്കായിരുന്നു, ആ നിയ്യത്തിന് പ്രതിഫലമുണ്ട്, വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നറിയിക്കുന്ന കാര്യമാണ്. വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. തസ്ബീഹുകളും അതുപോലെ തഹ്മീദുകളും ഒരാൾ ഒരു 500 രൂപ സ്വതം കൊടുത്ത് വിചാരിക്കുക, നമ്മൾ പരമാവധി തസ്ബീഹും തഹ്മീദും ചെല്ലുക. അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് എന്തെങ്കിലും സമ്പത്തോ സൗകര്യങ്ങളോ നൽകി സ്വതക്ക നൽകിയത് കാണുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തസ്ബീഹുകളും ദിക്റുകളും അതുപോലെ തന്നെ നന്മ കൽപ്പിക്കലും തുടങ്ങി ധാരാളം കർമ്മങ്ങൾ ചെയ്യുക. അതെല്ലാം സ്വതക്കയായി കൂട്ടും. അതിൽ എത്രത്തോളം നമ്മൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഹലാലുകൾ മാത്രം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാലായത് മാത്രം കഴിക്കാന്ന് വിചാരിക്കുക, ഹറാം ഒഴിവാക്കാൻ വിചാരിക്കുക, അവന് പ്രതിഫലമുണ്ട്. കാരണം അവൻ ആ ഹലാല് തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് ധാരാളം പ്രതിഫലം ലഭിക്കാവുന്ന ഒരു മേഖല സ്വതക്കയായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടുത്ത ബാബ് ഇമാഖത്തുൽ അദാ, വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, അഥവാ നന്മകളായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് عن أبي برزة الأسلمي قال قلت يا رسول الله. ഒരിക്കൽ അബൂ ബർസത്ത് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന. റസൂലേ, എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിത്തിൽ അദാ അൻ ത്വരീഖിൻ നാസ്. ജനങ്ങളുടെ വഴിയിൽ നിന്ന്, അഥവാ ജനങ്ങളുടെ ആ വഴിയിൽ നിന്ന് അവിടെയുള്ള ഉപദ്രവം നീക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന, എന്നാൽ ഇസ്ലാമിൽ ഈമാനിന്റെ ഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ് വഴിയിലുള്ള തടസ്സങ്ങൾ, വഴിയിലുള്ള മ്ലേച്ഛതകൾ, വഴിയിലുള്ള ഉപദ്രവങ്ങൾ, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് നീക്കുക എന്നത്, അത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു കർമ്മമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു കാര്യം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഹദീസുകളും കാണാം. വഴിയിലുള്ള തടസ്സം നീക്കിയതിന്റെ പേരിൽ, മുസ്ലിമുകൾക്ക് ഉപദ്രവമാകുന്ന മുള്ളു നീക്കിയതിന്റെ പേരിലെല്ലാം ഈ ഒരു പ്രതിഫലം ലഭിച്ച ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈമാനിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈമാനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏറ്റവും ചെറിയൊരു ഭാഗമായിട്ട് പറഞ്ഞതാണ് വഴിയിലുള്ള തടസ്സം നീക്കും എന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, ആളുകൾക്ക് ആ യാത്ര ചെയ്യാനും അതുപോലെ മറ്റുള്ള രീതിയിലും തടസ്സമാകുന്ന എന്ത് കാര്യമാവട്ടെ, അത് ചെറിയ ഒരു വസ്തുവാവട്ടെ അല്ലെങ്കിൽ വലുതാവട്ടെ, ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ ആ കാര്യം നീക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും വേറെ ഹദീസിൽ വന്നതുപോലെ
മുസ്ലിമീങ്ങളുടെ വഴിയിൽ നിന്ന് അവിടെയുള്ള ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുക എന്ന് പറഞ്ഞത് കാണാം. അങ്ങനെയുള്ള ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതേ വിഷയത്തിൽ മറ്റൊരു ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال مر رجل بشوك في الطريق. ഒരിക്കൽ ഒരു വ്യക്തി വഴിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു മുള്ളുണ്ട്. അപ്പൊ വ്യക്തി എന്ത് പറഞ്ഞു? അയാൾ പറഞ്ഞു, ഒരു മുസ്ലിമിന് ഇതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവരുത്, ഞാൻ അതെന്തായാലും നീക്കം ചെയ്യും പറഞ്ഞു. പറയാണ് അവന്റെ പാപങ്ങൾ അത് കാരണത്താൽ പൊറുക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അവന്റെ പാപങ്ങൾ അവൻ ചെയ്ത വഴിയിൽ തടസ്സമുണ്ടാകുന്ന ആ വഴിയിലൂടെ ഒരു മുസ്ലിമിന് ആ മുള്ളുകൊണ്ടൊരു തടസ്സം ഉണ്ടാവരുത്, ഉപദ്രവം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനത് നീക്കും എന്ന് പറഞ്ഞ് അത് നീക്കിയത് കാരണത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ നീക്കണമെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മുസ്ലിമിനെ അവനുള്ള വഴിയിൽ എന്തെങ്കിലും തടസ്സമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന ആളുകളായി മാറിയാലോ എത്ര വലിയ കുറ്റായിട്ട് മാറും, എത്ര വലിയ തടസ്സമായിട്ട് മാറും. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ആളുകൾ അറിവില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള മുസ്ലിമീങ്ങൾക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ ഇടുക, വേസ്റ്റ് കൊണ്ടിടുക, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ സാഹോദര്യ ബന്ധം നിലനിർത്താൻ അത്രയും നല്ല നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനാണ്. അതിൽപ്പെട്ടൊരു കാര്യമാണ് വഴിയിലുള്ള തടസ്സം, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വഴിയിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ളത് നമ്മൾ അമലാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.